നമസ്കാരം പ്രിയമുള്ളവരെ, ഈ കാണിക്കുന്നത് ഞാൻ വീട്ടിൽ ഉണക്കിയെടുത്ത കുറച്ച് മീനാണ് കേട്ടോ. ഉണക്കമീൻ ഉണ്ടാക്കുന്ന വൃത്തിഹീനമായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട ഞാൻ പിന്നെ ഉണക്കമീൻ കഴിക്കാറില്ലായിരുന്നു. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ നമ്മൾ വീട്ടിൽ കറിവെക്കാൻ വാങ്ങിക്കുന്ന മീൻ തന്നെ നമുക്ക് വീട്ടിൽ വൃത്തിയായി ഉണക്കിയെടുക്കാം. ഞാനിത് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. മീനെല്ലാം നന്നായി വെട്ടി വൃത്തിയാക്കി എടുക്കുക. കുറച്ച് തോനെയുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പ പോലുള്ളൊരു കുട്ടയും അടിയിലൊരു പാത്രവും വെച്ച് ഉപയോഗിക്കാം. കുട്ടയുടെ അടിയിൽ നന്നായി കല്ലുപ്പ് വിതറിയതിന് ശേഷം ഒരു ലെയർ മീനുകൾ പറക്കിയെടുക്കാം. അതിനുശേഷം വീണ്ടും മുകളിൽ കല്ലുപ്പ് നിരത്താം. അതിന് മുകളിൽ വീണ്ടും മീൻ പറക്കി അങ്ങനെ അടുക്കി നിറച്ചും ആക്കിയെടുക്കാം. ഏറ്റവും മുകളിലും നന്നായി ഉപ്പ് നിരത്തി കൊടുക്കണം. രണ്ടു രീതിയിൽ ചെയ്യാം. അതിലൊരു രീതിയാണ് ഈ പറയുന്നത്. ഒരുപാടുണ്ടെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ സൗകര്യം. അല്ലെങ്കിൽ ചെറിയ പാത്രവും എടുക്കാം. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഈ രീതിയിൽ ഉപ്പിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ വയ്ക്കാം. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. ഒരു 2-3 ദിവസം ഇതുപോലെ ഫ്രിഡ്ജിലോ പുറത്തോ ഉപ്പിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി അരിപ്പ പോലുള്ള കുട്ട ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിയിൽ ഉപ്പ് നിരത്തി മുകളിൽ മീനിട്ട് മുകളിൽ വീണ്ടും ഉപ്പിട്ട് അങ്ങനെയും വെക്കാം. കണ്ണോപ്പ പോലുള്ള കുട്ടയിലാണെങ്കിൽ വെള്ളം എല്ലാം ഊറി പാത്രത്തിൽ വീണോളും. ഇതേപോലെ വെക്കുവാണെങ്കിൽ ഓരോ ദിവസവും നമ്മളെടുത്ത് വെള്ളം ഊറ്റിക്കൊടുക്കണം. അങ്ങനെ ഓരോ ദിവസവും വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം 3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് 3-ാമത്തെ ദിവസം എടുക്കുമ്പോൾ ആ മീനിലെ വെള്ളം എല്ലാം പറ്റിയിരിക്കും. പിന്നീട് എടുത്ത് ഒരുപാട് ഉപ്പ് വേണ്ടാന്നുള്ളവർക്ക് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം വെയിലത്തുണങ്ങാം. അല്ലെങ്കിൽ ഉപ്പിൽ നിന്നെടുത്ത് നേരിട്ട് തന്നെ വെയിലത്ത് നന്നായി 2 ദിവസം ഉണക്കിയെടുക്കണം. ദശക്കട്ടിയുള്ള മീനാണെങ്കിൽ വാലറ്റം വരെ കീറിയതിന് ശേഷം അകത്തൂടെ ഉപ്പുകല്ല് വിതറി വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. വേഗം ഉണങ്ങി കിട്ടാൻ ഇതേപോലെ പച്ചയീർക്കിൽ കൊണ്ടുവന്ന് അകത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ വൃത്തിയായി നമുക്ക് ഏത് മീനും ഉണക്കി സൂക്ഷിക്കാം. വിശ്വസിച്ച് ഉണക്കമീൻ കഴിക്കാം.